Dear students, in our last video we mentioned some organization structure classification and also discussed what is a line organization. Today we are going to discuss another type of organization structure, that is line and staff organization. It is a combination of line organization and staff. ലൈൻ സ്റ്റാഫ് ഇത് രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷൻ സ്ട്രക്ചറാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. നമുക്കറിയാം ലൈൻ ഓർഗനൈസേഷൻ ഉണ്ട്, സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഇല്ല. പകരം സ്റ്റാഫ് കൂടി ലൈനിൽ കമ്പൈൻ ചെയ്തുകൊണ്ട് സെക്കൻഡ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട്, ദാറ്റ് ഈസ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ഹിയർ ദർ ആർ ടു type of people in the organization structure. One is line people, second one is staff people. Actually line people are the thinkers of the structure. ഈ സ്ട്രക്ചറിലുള്ള ലെജിറ്റിമേറ്റ് അതോറിറ്റി ഉള്ള തിങ്കേഴ്സ് എന്ന രീതിയിൽ അതല്ലെങ്കിൽ ഡൂവേഴ്സ്, കൃത്യമായി ലൈനിൽ പറഞ്ഞ പോലെയുള്ള എല്ലാ അതോറിറ്റിയുമുള്ള വ്യക്തികളാണ് ലൈൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സ്റ്റാഫ് ഇൻവോൾവ്സ് ഓൺലി അഡ്വൈസേഴ്സ്. ലൈനിനെ സഹായിക്കാൻ വേണ്ടിയുള്ള ലൈനിലെ സ്ട്രക്ചറിലുള്ള പീപ്പിളിനെ സഹായിക്കാൻ വേണ്ടിയുള്ള അഡ്വൈസ് ചെയ്യാനുള്ള വ്യക്തികളാണ് എന്ന് പറയുന്നത് സ്റ്റാഫ് എന്ന് പറയുന്നത്. സ്റ്റാഫിൻ്റെ പ്രത്യേകത, ദേ ആർ നോട്ട് ഹാവിങ് ലെജിറ്റിമേറ്റ് അതോറിറ്റി. കൃത്യമായി നമ്മുടെ ഈ ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിൽ കൃത്യമായി ലെജിറ്റിമേറ്റ് അതോറിറ്റി ഇല്ലാത്ത വ്യക്തികളാണ് സ്റ്റാഫ്. ദേ ആർ അഡ്വൈസേഴ്സ്. നമ്മൾ പറയാറുണ്ട് PA ടു മാനേജർ അല്ലെങ്കിൽ പേഴ്സണൽ അസിസ്റ്റൻറ്റ് ടു ചെയർമാൻ, അല്ലേ? ഇപ്പോൾ MDയുടെ സെക്രട്ടറി ഉണ്ടാവുക, MDയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടാവുക, അല്ലേ? അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജറെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു അഡ്വൈസർ ഉണ്ടാവുക. ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് നമ്മൾ സ്റ്റാഫ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ, ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്, അല്ലേ? ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിൽ ഇവിടെ സെയിൽസ് മാനേജർ, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ലൈൻ അതോറിറ്റിയുള്ള വ്യക്തിയാണ് സെയിൽസ് മാനേജർ. ഇയാൾക്ക് കീഴിൽ ട്രെയിനിങ് ഡയറക്ടർ, റീജിയൻ A സെയിൽസ് മാനേജർ, റീജിയൻ A, അല്ലേ? റീജിയൻ A സെയിൽസ് മാനേജർ, റീജിയൻ B, റീജിയൻ C, ഇങ്ങനെയൊക്കെ പല രീതിയിലൊക്കെ ആളുകളെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇവർക്ക് ലൈനിൻ്റെ പാർട്ടാണ്. അതേസമയം സൈഡിൽ നിന്ന് ഒരാളെ ഇങ്ങോട്ട് വരച്ച് ചേർത്തിട്ടുണ്ട്, മാർക്കറ്റ് ഫോർകാസ്റ്റർ. മാർക്കറ്റ് ഫോർകാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അതോറിറ്റി അല്ല ഉള്ളത്, പകരം അയാൾ ഓൺലി അഡ്വൈസർ. മാർക്കറ്റിൽ എന്ത് സംഭവിക്കാമെന്ന് ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് സെയിൽസ് മാനേജർക്ക് അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുക. സാധാരണ ഈ ഒരു സ്ട്രക്ചറിൽ മാർക്കറ്റ് ഫോർകാസ്റ്ററിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ആ വര സാധാരണ ഡോട്ടഡ് ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ലൈൻ നേരെ ലൈൻ വരക്കാറില്ല, പകരം ഡോട്ട് എന്നുള്ള രീതിയിലാണ് ചെയ്യുക. അതായത് ഒരു MD ഉണ്ടെങ്കിൽ MDയുടെ സൈഡിൽ PA ടു MD, അതല്ലെങ്കിൽ പ്രൈവറ്റ് സെക്രട്ടറി ടു മിനിസ്റ്റർ, അതല്ലെങ്കിൽ സെക്രട്ടറി ടു ചെയർമാൻ, ഇങ്ങനെയുള്ള പോസ്റ്റുകളെയാണ് നമ്മൾ അഡ്വൈസേഴ്സ് എന്ന രീതിയിലാണ് സ്റ്റാഫിനെ പറയാറുള്ളത്. സോ കോമ്പിനേഷൻ ഓഫ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഈസ് കോൾഡ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ദെൻ ലൈൻ ഓഫീസേഴ്സ് ഹാവ് അതോറിറ്റി ടു ടേക്ക് ഡിസിഷൻസ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ദം. ലൈൻ ആൻഡ് സ്റ്റാഫിൻ്റെ പ്രത്യേകത, ലൈൻ ഓഫീസേഴ്സിന് ദേ ഹാവ് അതോറിറ്റി ടു ടേക്ക് ഡിസിഷൻ ആൻഡ് ടു ഇംപ്ലിമെൻറ്റ് ദ ഡിസിഷൻസ്. ഡിസിഷൻ എടുക്കാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ അതോറിറ്റി ഉള്ളത് ആർക്കാണ്? ലൈൻ ഓഫീസേഴ്സിനാണ്. ബട്ട് ദ സ്റ്റാഫ് ഓഫീസേഴ്സ് വിൽ അസിസ്റ്റ് ദം വൈൽ ടേക്കിംഗ് ഡിസിഷൻ. സ്റ്റാഫിൻ്റെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ലൈനിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദ ഫങ്ഷൻ ഓഫ് സ്റ്റാഫ് ഓഫീസേഴ്സ് ആർ ഓൺലി ആൻ അഡ്വൈസിങ് റോൾ, അല്ലേ? അഡ്വൈസിങ് റോളാണ് സ്റ്റാഫ് ഓഫീസേഴ്സ് ചെയ്യുക. സ്റ്റാഫ് ഷുഡ് അഡ്വൈസ് ആൻഡ് ഹെൽപ്പ് ദ ലൈൻ മാനേജേഴ്സ് ടു ടേക്ക് പ്രോപ്പർ ഡിസിഷൻസ്. അപ്പോൾ എന്തൊക്കെയാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സ് പറയാൻ പറ്റുക? അതോറിറ്റി ഫ്ലോ ഫ്രം ടോപ്പ് ടു ബോട്ടം, അല്ലേ? അതോറിറ്റി ടോപ്പ് ടു ബോട്ടം തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത്. ലൈൻ ഓഫീസേഴ്സ് വിൽ ടേക്ക് ഡിസിഷൻസ് ഓൺ ദ ബേസിസ് ഓഫ് സജഷൻസ് ഗിവൺ ബൈ സ്റ്റാഫ്. സ്റ്റാഫ് ഓഫീസേഴ്സ് കൊടുക്കുന്ന സജഷനെ, അഡ്വൈസുകളെ ബേസ് ചെയ്തുകൊണ്ട് ലൈൻ ഓഫീസേഴ്സ് വിൽ ടേക്ക് ഡിസിഷൻ. ദെൻ സ്റ്റാഫ് ഓഫീസേഴ്സ് ഹാവ് നോ പവർ ടു ടേക്ക് ഡിസിഷൻ ആൻഡ് കൺട്രോൾ ഓവർ സബോർഡിനേറ്റ്സ്. സ്റ്റാഫ് ഓഫീസേഴ്സിൻ്റെ പ്രത്യേകത, ദേ ഹാവ് നോ പവർ ടു ടേക്ക് ഡിസിഷൻ മേക്കിംഗ് പവർ ഇല്ല, ആൻഡ് നോ കൺട്രോൾ ഓവർ സബോർഡിനേറ്റ്സിന് മുകളിൽ ഒരു നിയന്ത്രണവും ഇല്ല. ദെൻ ദ വർക്കേഴ്സ് ഗെറ്റ് ഇൻസ്ട്രക്ഷൻ ഓൺലി ഫ്രം ലൈൻ ഓഫീസേഴ്സ്.
വർക്കേഴ്സിന് ഇൻസ്ട്രക്ഷൻ നൽകേണ്ടത് ലൈൻ ഓഫീസേഴ്സ് മാത്രമാണ്. ബിക്കോസ് ദ റോൾ ഓഫ് സ്റ്റാഫ് ഓർഗനൈസേഷൻ പീപ്പിൾ ആർ ഓൺലി അഡ്വൈസിങ് ദി ലൈൻ. ഓക്കെ, ദിസ് ഈസ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. Then we will discuss one more classification, formal organization and informal organization. Formal organization എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the organization deliberately created by top management. നമ്മൾ ടോപ്പ് മാനേജ്മെൻറ്റ് ഡെലിബറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഓർഗനൈസേഷനാണ് ഫോർമൽ ഓർഗനൈസേഷൻ. നമുക്കറിയാം ടോപ്പ് മാനേജ്മെൻറ്റ് ഡിസൈൻ ചെയ്തുകൊണ്ട് ഇന്ന MD, ഇത്ര മാനേജേഴ്സ്, അതിന് കീഴിൽ സൂപ്രണ്ട്, സൂപ്പർവൈസർ, ഫോർമാൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്ട്രക്ചർ വരച്ചുണ്ടാക്കി വെക്കും. ഇതിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ദ മാനേജ്മെൻറ്റ് തന്നെ ഡെലിബറേറ്റ് ആയിട്ടുണ്ടാക്കുന്നതാണ് ഫോർമൽ ഓർഗനൈസേഷൻ. ബട്ട് in case of informal organization, it is the voluntary organization. വോളണ്ടറി ആയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തു വരുന്ന ഓർഗനൈസേഷനാണ് നമ്മൾ ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് ഫോംഡ് ഓൺ ദ ബേസിസ് ഓഫ് പേഴ്സണൽ സോഷ്യൽ റിലേഷൻഷിപ്സ്. വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ പേരിലുണ്ടാകുന്ന സ്ട്രക്ചറാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇൻഫോർമൽ ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്ഥാപനത്തിനകത്ത് തന്നെ പല സംഘടനകളുണ്ടാവാം, രാഷ്ട്രീയമായിട്ടോ അതല്ലെങ്കിൽ ട്രേഡ് യൂണിയനുമായി ബന്ധപ്പെട്ടോ അസോസിയേഷൻസ് ഉണ്ടാവാം, അല്ലേ? ഒരുപാട് അസോസിയേഷൻസ് ഉണ്ടാവാം. അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിലൂടെ അത് അവർ ഏതെങ്കിലും ഒരു ബേസിസിലാവാം, അല്ലേ? ഇന്ന് ഗ്രൂപ്പ് ഉണ്ടാവാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട, അല്ലേ? പേരിൻ്റെ ബേസിസിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ ഒരു കാലഘട്ടമാണ്. പിന്നെ ഈ രീതിയിൽ ഇൻഫോർമലായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ആരും നിർബന്ധിക്കാതെ, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് നിർബന്ധിക്കാതെ ഉണ്ടായി വരുന്ന വളണ്ടറി ഓർഗനൈസേഷനെയാണ് നമ്മൾ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി ഹാവ് ടു ഡിസ്കസ് സം ഓഫ് ദ ഡിഫറൻസസ്. ഫോർമൽ ഓർഗനൈസേഷൻ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഡെലിബറേറ്റ്ലി, അല്ലേ? ഡെലിബറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഈസ് സ്പോണ്ടേനിയസ്. ദെൻ അതോറിറ്റീസ് ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ഇൻഫോർമൽ അതോറിറ്റി ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഓർ ഹൊറിസോണ്ടലി. ഇൻഫോർമൽ ആയതുകൊണ്ട് തന്നെ ടോപ്പിൽ നിന്ന് താഴേക്ക് തന്നെ പോകണമെന്നില്ല, ഹൊറിസോണ്ടലായിട്ട്, അല്ലേ? സെയിം ലെവലിലുള്ള ആളുകൾ തമ്മിൽ തന്നെ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഫോർ ടെക്നോളജിക്കൽ പർപ്പസ്, അല്ലേ? ഫോർമൽ എന്ന് പറയുമ്പോൾ ടെക്നോളജിക്കൽ പർപ്പസ്, ഓർഗനൈസേഷണൽ പർപ്പസിനാണ്. അതേസമയം ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ പ്രത്യേകത ഇറ്റ് അറൈസസ് ഫ്രം മാൻസ് ക്വസ്റ്റ് ഫോർ സോഷ്യൽ സാറ്റിസ്ഫാക്ഷനാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നതിൻ്റെ ബേസിലെ. ഒരു സ്ഥാപനത്തിൽ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, വ്യക്തികളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഫോർത്ത് വൺ, ഫോർമൽ ഓർഗനൈസേഷൻ ഈസ് പെർമനൻറ്റ് ആൻഡ് സ്റ്റേബിൾ. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഓർഗനൈസേഷൻ്റെ പൊസിഷനൊക്കെ നോക്കി സ്ഥാപനം ഉണ്ടാക്കുന്നതാണ്. ഇറ്റ് വിൽ ബി പെർമനൻറ്റ്, ഇറ്റ് വിൽ ബി സ്റ്റേബിൾ. വെറസ് in case of informal organization there is no such permanent nature and stability. Permanent alla, stable alla. Then fifth one, it gives importance to terms of authority and function. Authority-ക്ക് ഫങ്ഷനൊക്കെ ഇമ്പോർട്ടൻസ് നൽകുന്നതാണ് ഫോർമൽ എന്ന് പറയുന്നത്. Then in case of informal organization it gives importance to people and other relationships, അല്ലേ? ആളുകൾ ആൻഡ് ദെയർ റിലേഷൻഷിപ്പ്, ഇതൊക്കെയാണ് നമ്മൾ ഇൻഫോർമലിൽ പരിഗണിക്കുക. ഫോർമൽ ഓർഗനൈസേഷൻ അറൈസസ് ഡ്യൂ ടു ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടാവുക ഡെലിഗേഷനിലൂടെയാണ്. കാരണം ഒരു സുപ്പീരിയർ അയാളുടെ കുറച്ച് വർക്ക് അടുത്താളെ ഏൽപ്പിക്കുന്നു, അയാളുടെ കുറച്ച് പവർ അടുത്താളെ ഏൽപ്പിക്കും. ഇങ്ങനെ ഒരു ഡെലിഗേഷൻ പ്രോസസ്സിലൂടെയാണ് നടക്കുന്നത്. അതേസമയം ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ പ്രത്യേകത ഇറ്റ് അറൈസസ് ഡ്യൂ ടു സോഷ്യൽ ഇൻ്ററാക്ഷൻ ഓഫ് പീപ്പിൾ. ആളുകൾ തമ്മിലുള്ള ഒരു സാമൂഹിക ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നത്. Then duties and responsibilities of workers are given in writing in case of formal organization. ഓരോരുത്തരും എന്തൊക്കെ ചെയ്യണം, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, ഡ്യൂട്ടി, പവർ, ഇതെല്ലാം ഫോർമലാണ്, റിട്ടൺ ആണ്, സ്പെസിഫിക് ആണ് ഇൻ കേസ് ഓഫ് ഫോർമൽ. ബട്ട് ഇൻ കേസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ നോ സച്ച് റിട്ടൺ റൂൾസ് ആൻഡ് ഡ്യൂട്ടീസ്, റൂൾസ്, റെഗുലേഷൻസ് ഒന്നും റിട്ടൺ അല്ല. ദെൻ ഫോർമൽ ഓർഗനൈസേഷൻ മേ ഗ്രോ ടു മാക്സിമം സൈസ്, ബട്ട് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ടെൻസ് ടു റിമെയിൻ സ്മോളർ, അല്ലേ? ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനം വളരുന്നതിനനുസരിച്ച് അതിൻ്റെ മാക്സിമം പീക്കിലൊക്കെ എത്താൻ സാധ്യതയുണ്ട്.
ഇൻഫോർമൽ ഓർഗനൈസേഷൻ അങ്ങനെയല്ല. ഇറ്റ് ഹാസ് ഓൺലി സം ഫ്യൂ സോഷ്യൽ സാറ്റിസ്ഫാക്ഷൻ ഇമ്പോർട്ടൻസ്. ഒരു സ്ഥാപനത്തിൽ അവിടെയുള്ള ട്രേഡ് യൂണിയൻ അവരുടെ സാലറി, അവരുടെ അവകാശങ്ങൾ, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇങ്ങനെയൊരു പേഴ്സണൽ സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അതുകൊണ്ട് തന്നെ അത് ഒരുപാട് ഗ്രോ ചെയ്യണം എന്നില്ല. ദീസ് ആർ the two types of structures: informal organization, formal organization. Next, there was a classification: functional structure, divisional structure, etc. So the next type of organization is functional organization. In simple words, it is the organization structure ബേസ്ഡ് ഓൺ ഫങ്ഷൻസ്. നമ്മൾ സാധാരണ ഒരു ഓർഗനൈസേഷന് MD കഴിഞ്ഞാൽ ഒരുപാട് മാനേജേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാക്കും. ഡിപ്പാർട്ട്മെൻറ്റുകൾ പലപ്പോഴും ഉണ്ടാവുക ഫങ്ഷൻ അടിസ്ഥാനമാക്കിയിട്ടാണ്, അല്ലേ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് ഒരു ഫങ്ഷനാണ് അതിൻ്റെ ബേസ്, അല്ലേ? പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇങ്ങനെയുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ ഫങ്ഷണൽ സ്ട്രക്ചർ, അതായത് നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്, ഡിപ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നത്, ഇറ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ. ഓക്കെ, വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് ദ എൻ്റർപ്രൈസ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ ഫങ്ഷൻസ്. ദ ഫങ്ഷണൽ ഹെഡ്സ് ഗീവ് ഡയറക്ഷൻ റിലേറ്റഡ് ടു ദെയർ ഫങ്ഷൻ. അപ്പോൾ ഈ ഓരോ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഹെഡ് ഉണ്ടായിരിക്കാം. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട അവരുടെ ഫങ്ഷനുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് മാത്രം നൽകുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രൊഡക്ഷൻ മാനേജർ വിൽ ഗിവ് ഇൻസ്ട്രക്ഷൻ ഓൺലി റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ. പർച്ചേസ് മാനേജർ വിൽ ബി റെസ്പോൺസിബിൾ ഓൺലി ഫോർ പർച്ചേസ് റിലേറ്റഡ് ആസ്പെക്ട്സ്. ദിസ് ഈസ് ദ കേസ് ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചർ. Then workers under functional organization receive instruction from various specialists. ഈ ഫങ്ഷണൽ സ്ട്രക്ചർ പ്രകാരം വർക്കേഴ്സിൻ്റെ പ്രത്യേകത, ഫങ്ഷണൽ ബേസിസിൽ ഒരുപാട് സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവും, അവരിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് റിസീവ് ചെയ്യുന്നു. ദിസ് ഈസ് ഫങ്ഷണൽ സ്ട്രക്ചർ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചർ? വർക്ക് ഈസ് ഡിവൈഡഡ് അക്കോർഡിംഗ് ടു സ്പെസിഫിക് ഫങ്ഷൻ. വർക്കുകൾ ഡിവൈഡ് ചെയ്യുന്നത് ഫങ്ഷൻ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതോറിറ്റി ഈസ് ഗിവൺ ടു സ്പെഷ്യലിസ്റ്റ് ടു ഗിവ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഇൻ റിലേഷൻ ടു സ്പെസിഫിക് ഫങ്ഷൻ. ദെൻ ഡിസിഷൻ ഈസ് ടേക്കൺ ഓൺലി ആഫ്റ്റർ മേക്കിംഗ് കൺസൾട്ടേഷൻ വിത്ത് ഫങ്ഷണൽ അതോറിറ്റി റിലേറ്റഡ് ടു സ്പെഷ്യലൈസ്ഡ് ഏരിയ. ദ എക്സിക്യൂട്ടീവ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഡിസ്ചാർജ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഫങ്ഷണൽ അതോറിറ്റി. എല്ലാം, അല്ലേ? അതോറിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഡിസിഷൻ എടുക്കുന്നത്, റെസ്പോൺസിബിലിറ്റി ഡിസ്ചാർജ് ചെയ്യുന്നത് എല്ലാം ഏതിനടിസ്ഥാനമാക്കിയിട്ടാണ്? ഫങ്ഷണൽ അതോറിറ്റിയിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ദെൻ അനദർ സ്ട്രക്ചർ ഈസ് ഡിവിഷണൽ സ്ട്രക്ചർ. നമ്മുടെ ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഡിവിഷണൽ സ്ട്രക്ചർ. ദാറ്റ് ഈസ് ദ ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ് ക്രിയേറ്റഡ് ബേസ്ഡ് ഓൺ എനി ഓഫ് ദ ഫോളോയിങ് എന്നാണ്. 4 ബേസിസിൽ, നമ്മൾ നേരത്തെ ഫങ്ഷണൽ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്തത്, അതാണ് ഫങ്ഷണൽ സ്ട്രക്ചർ. ഫങ്ഷണൽ അല്ലാതെ മറ്റു 4 ബേസിസിൽ കൂടി ഓർഗനൈസേഷൻ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രോഡക്റ്റ്, ബേസ്ഡ് ഓൺ ഏരിയ, ബേസ്ഡ് ഓൺ പ്രോസസ്, ബേസ്ഡ് ഓൺ കൺസ്യൂമർ, എക്സെട്ര. ഇങ്ങനെ ഏതെങ്കിലും ഒരു അടിസ്ഥാനത്തിലാണ് സ്ട്രക്ചർ ഉണ്ടാക്കുന്നതെങ്കിൽ ദാറ്റ് സ്ട്രക്ചർ ഈസ് കോൾഡ് ഡിവിഷണൽ സ്ട്രക്ചർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രോഡക്റ്റ് ഒരു IT കമ്പനിയാണെന്ന് വിചാരിക്കുക, ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന കമ്പനിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയുടെ പ്രത്യേകം, ഇപ്പോൾ സാംസങ് ആണെങ്കിൽ സാംസങ്ങിന് ദേ ഹാവ് എ ലോട്ട് ഓഫ് പ്രോഡക്ട്സ്. സാംസങ് മൊബൈൽ, സാംസങ് TV, സാംസങ് ഫ്രിഡ്ജ്, അല്ലേ? സാംസങ് AC. എന്ത് ചെയ്യുന്നു? ഓരോ പ്രോഡക്റ്റിനും ഓരോ മാനേജർ വെക്കും. TV ഹെഡ് സെക്ഷന് വേണ്ടി ഒരു മാനേജർ ഉണ്ടാവും, അല്ലേ? അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോണിന് വേണ്ടി ഒരു മാനേജറും ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടാവും. ഇപ്പോൾ സാംസങ് അവരുടെ പ്രോഡക്റ്റ് വൈസ് എന്ത് ചെയ്യുന്നു? ഡിപ്പാർട്ട്മെൻറ്റുകളായി തിരിക്കുന്നു. ദിസ് ഈസ് കോൾഡ് പ്രോഡക്റ്റ് ബേസ്ഡ് ഡിവിഷണൽ സ്ട്രക്ചർ. ദെൻ ഏരിയ ബേസ്ഡ് ഉണ്ടാവാം, അല്ലേ? ചില സ്ഥാപനങ്ങൾ ചെയ്യുക സോണുകളായി ക്ലാസിഫൈ ചെയ്യും. നോർത്ത് സോൺ, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നോർത്ത്, സൗത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോണുകളായി ക്ലാസിഫൈ ചെയ്യും, അല്ലേ? അല്ലെങ്കിൽ അല്ലേ, നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസിഫൈ ചെയ്യാം. ഈ ബേസിസിലുള്ള സ്ട്രക്ചറാണ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ.
മാനേജർ സൗത്ത് സോൺ, മാനേജർ കാലിക്കറ്റ്, മാനേജർ തൃശ്ശൂർ, ഇങ്ങനെയുള്ള സ്ട്രക്ചറാണ് ഡിവിഷണൽ സ്ട്രക്ചർ, ഏരിയ സ്ട്രക്ചർ. ദെൻ ഓൺ ദ ബേസിസ് ഓഫ് പ്രോസസ്സ്, അല്ലേ, പ്രോസസ്സ് അവർ ചെയ്യുന്ന പ്രോസസ്സുകളുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഓൺ ദ ബേസിസ് ഓഫ് കൺസ്യൂമറിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാം. കൺസ്യൂമർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റൈൽസ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡും, അല്ലേ, അവിടെയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ ടെക്സ്റ്റൈൽസിൻ്റെ ഐറ്റംസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ജെൻസ് വെയർ, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു, അല്ലേ. മെഡിസിൻസും അങ്ങനെ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. മെഡിസിൻ, അല്ലേ, കുട്ടികൾക്കുള്ളത്, ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ളത്, മറ്റു ആളുകൾക്കുള്ളത്, അല്ലേ. കാരണം ആ രീതിയിലാണ് അവരതിനെ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കിഡ്സ് വെയർ അതിനു വേണ്ടിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ലേഡീസ് വെയർ അതിനൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കുക. ഇങ്ങനെ കൺസ്യൂമറിൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുക. ഇപ്പോൾ ദീസ് സ്ട്രക്ചേഴ്സ്, 4 ടൈപ്പിലുള്ള സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്നതാണ് ഡിവിഷണൽ സ്ട്രക്ചർ. ദാറ്റ് ഈസ് സ്ട്രക്ചേഴ്സ് ക്രിയേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് പ്രോഡക്റ്റ്, ഏരിയ, പ്രോസസ് ഓർ കൺസ്യൂമർ. ഇറ്റ് ഈസ് കോൾഡ് ഡിവിഷണൽ സ്ട്രക്ചർ. ഇത് ഫങ്ഷണലും ഡിവിഷണലും പറയുമ്പോൾ ഒന്നുകൂടി പറയാനുണ്ട്. മെട്രിക് സ്ട്രക്ചർ നമ്മൾ ആ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞതാണ്. മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രിഡ് സ്ട്രക്ചറാണ്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഫങ്ഷണൽ ആൻഡ് ഡിവിഷണൽ. ഫങ്ഷണലിൻ്റെയും ഡിവിഷണലിൻ്റെയും കോമ്പിനേഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം കിഡ്സ് വെയർ, ലേഡീസ് വെയർ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു. എന്നിട്ട് ഈ കിഡ്സ് വെയറിൽ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ്, പേഴ്സണൽ. ലേഡീസ് വെയറിലും അതേപോലെ പ്രൊഡക്ഷൻ, പർച്ചേസ്, അല്ലേ, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുക. അതല്ലെങ്കിൽ നേരെ തിരിച്ചും വരാം, അല്ലേ. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു. എന്നിട്ട് പ്രൊഡക്ഷന് കീഴിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കിഡ്സ് വെയർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ലേഡീസ് വെയർ അല്ലെങ്കിൽ ജെൻസ് വെയർ, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു. ദിസ് കോമ്പിനേഷൻ ഈസ് കോൾഡ് മെട്രിക് സ്ട്രക്ചർ ഓർ ഗ്രിഡ് സ്ട്രക്ചർ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ്. ലൈൻ ആൻഡ് സ്റ്റാഫ്, ഫോർമൽ, ഇൻഫോർമൽ, ഡിവിഷണൽ, ഫങ്ഷണൽ, മെട്രിക്സ് ഓർ ഗ്രിഡ്, ദെൻ ഫങ്ഷണൽ ആൻഡ് ഡിവിഷണലിൻ്റെ കോമ്പിനേഷനാണ്. ഇതല്ലാതെ ടീം സ്ട്രക്ചർ ഉണ്ട്. ടീം സ്ട്രക്ചർ എന്താണ്? ടീമിൻ്റെയും ഗ്രൂപ്പും തമ്മിലുള്ള വ്യത്യാസം. ഗ്രൂപ്പും ടീമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ടീമിൻ്റെ പ്രത്യേകത എല്ലാവർക്കും, അല്ലേ, ടീം അല്ലെങ്കിൽ കമ്മിറ്റി എന്നൊക്കെ പറയും. എന്താ പ്രത്യേകത? എല്ലാ വ്യക്തികൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിരിക്കും. നമ്മൾ സാധാരണ ഓർഗനൈസേഷൻ സ്ട്രക്ചർ അങ്ങനെയല്ല. എം ഡിക്ക് വേറെ പവർ, അതിന് താഴെയുള്ള മാനേജേഴ്സിനൊക്കെ മിഡിൽ ലെവൽ എന്ന് പറയുന്ന രീതിയിലൊരു പവർ, താഴെയുള്ളവർക്കൊക്കെ അടുത്ത ലെവൽ, ഇങ്ങനെ കൊടുക്കും. അതേസമയം ടീമിൻ്റെ പ്രത്യേകത, ടീമിലുള്ള എല്ലാവരും ഒരേപോലെയാണ്, അല്ലേ. ഒരു കമ്മിറ്റി, 5 ആളുടെ കമ്മിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ 5 പേരും ഒരേപോലെയാണ്. അതിൻ്റെ ഒന്ന് ലീഡ് ചെയ്യാൻ ചിലപ്പോൾ ഒരാൾ അപ്പോയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ ടീം സ്ട്രക്ചർ എന്ന് പറയുക. ദെൻ നെറ്റ്വർക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്കിലൂടെ, അതായത് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള സ്ട്രക്ചറാണ് നെറ്റ്വർക്ക് സ്ട്രക്ചർ. അതിനെ തന്നെയാണ് വെർച്വൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെറ്റ്വർക്കിൻ്റെ പ്രത്യേകത നെറ്റ്വർക്കിലൂടെ കണക്ട് ചെയ്യുന്ന, ഇൻ്റർനെറ്റിലൂടെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് നെറ്റ്വർക്ക് സ്ട്രക്ചർ. വെർച്വൽ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത അങ്ങനെ പ്രത്യേകിച്ച് ഫുള്ളി ഇതുതന്നെയാണ്, നെറ്റ്വർക്കിലൂടെ ഓൺലൈനായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ദർ ഇസ് നോ സച്ച് എ പ്ലേസ് ടു ദം. അവർക്ക് അങ്ങനെ ഒരു സ്ഥലമേ ഇല്ല, ജസ്റ്റ് ഒരു ഓൺലൈൻ structure. These are the important types of organization structures. Okay, you go through these in an elaborate manner, read more books. Okay, thank you very much.